പിന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നിങ്ങൾക്ക് ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്കും നിങ്ങളോട് എന്തൊക്കെയാ പറഞ്ഞത്? നിങ്ങളോട് ഇന്നലെ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, തൃക്കാക്കരയിൽ സാക്ഷാൽ പ്രൊഫസർ KV തോമസ് അന്നല്ലേ LDFന്റെ യോഗത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഞങ്ങളുടെ DCC പ്രസിഡന്റ് ആയിരുന്നു, KPCC ഭാരവാഹിയായിരുന്നു, കേന്ദ്ര സംസ്ഥാന മന്ത്രിയായിരുന്നു. അത്രയൊന്നും അല്ലല്ലോ ഇത്. ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ അവഗണിച്ചുവെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ചാണ്ടി ഉമ്മൻ MLA. പറയാനുള്ളത് സധൈര്യം പറയുമെന്നും തനിക്കെതിരെ പറയുന്നതെല്ലാം കോൺഗ്രസ് വിരുദ്ധരാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. തന്റെ പിതാവിനെ ആക്രമിക്കുന്നവർ കോൺഗ്രസിന്റെ വേഷമിട്ടവരാണെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു. ഞാൻ ഒന്നും അതിരുവിട്ട് പറഞ്ഞിട്ടില്ല, AK ആന്റണി, ഉമ്മൻചാണ്ടിയും പോലുള്ളവർ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സധൈര്യം പറഞ്ഞിട്ടുണ്ട്. ആസാമിലെ പ്ലീനറി സെഷനിൽ വെച്ച് AK ആന്റണി പറഞ്ഞത് എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടിയുടെ നിലപാടുകളും അതേപോലെ തന്നെ. നമുക്ക് ആരോടും ഒരു എന്താ പറയുക, വൈരാഗ്യമോ തെറ്റിദ്ധാരണയോ ഒന്നുമില്ല. പക്ഷേ പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഒരു മടിയുമില്ല. എനിക്ക് ഫേസ്ബുക്കിലുള്ള വ്യാജ ID ഉള്ളവരോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ ആക്രമിച്ചോളുക, ധൈര്യമായിട്ട് ആക്രമിക്കുക. എൻ്റെ പിതാവിനെ ആക്രമിക്കണമെങ്കിലും ആക്രമിച്ചോളൂ, പക്ഷേ നിങ്ങൾ കോൺഗ്രസ്സുകാരായിരിക്കില്ല. കോൺഗ്രസ്സുകാർക്ക് ചിലപ്പോൾ എന്നോട് തെറ്റിദ്ധാരണ ഉണ്ടാവും, എന്നെപ്പറ്റി പറയാം. കാരണം ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ്, ഒരു വാക്ക് പിടിച്ച് പോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എൻ്റെ പിതാവിനെ പറയുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം വളരെ വ്യക്തമാണ്. കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നവരാരും അത് ചെയ്യില്ല.